സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒന്നാമത്തെ ക്ലാസ് തുടങ്ങുകയാണ്. ഈ വീഡിയോയുടെ ഫോളോവേഴ്സ് അനുസരിച്ചാണ് ഇനി വരുന്ന എക്സലിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ ആദ്യം എക്സൽ ഓപ്പൺ ചെയ്യാണ്. എൻ്റർ അടിക്കാം. അപ്പോൾ എക്സൽ ഓപ്പൺ ആയി. ഇവിടെ ഇങ്ങനെ വരാൻ കാരണം എൻ്റെ ഓഫീസ് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിവിടെ ക്ലോസ് ചെയ്യാം. എക്സൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടത് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ പാക്കേജാണ്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ മുകളിലെ ലിങ്കിൽ വരുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ എക്സൽ തുറക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഷീറ്റുകൾ ഇവിടെ ലഭ്യമാണ്. ഷീറ്റുകൾ ഉദ്ദേശിക്കുന്ന വേറെ വേറെ പേജുകളാണ്. നമുക്ക് ഇനി ഒട്ടനവധി എടുക്കാം. നമുക്കിപ്പോൾ തൽക്കാലം ഷീറ്റ് ഒന്നും കിട്ടുന്നത്. ഇനി നമ്മൾ ആദ്യം ഇവിടെ നോക്കുന്നത് സെൽ എന്താണ്. ഇവിടെ കാണുന്ന ഓരോ അഴികളെയും നമുക്ക് സെൽ. ഇവിടെ സാധാരണ ഇംഗ്ലീഷ് അക്ഷരമാലകളോ അല്ലെങ്കിൽ സംഖ്യകളോ നമുക്ക് എഴുതാം. ഇവിടെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ എന്ന് പറയുന്നത് നമുക്ക് ഫോർമുലകളെല്ലാം ആഡ് ചെയ്യാൻ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാലകൾ വേണം. ഇനി നമുക്ക് കോളം എന്താണ് നമ്മളിവിടെ ABCD ഈ രീതിയിൽ പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, Z എന്ന കോളം കഴിഞ്ഞാൽ AA എന്ന കോളമാണ് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ AZ കഴിഞ്ഞാൽ BA ആണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി നമുക്ക് അവസാന കോളം കാണാൻ കീബോർഡിൽ കൺട്രോൾ റൈറ്റ് ആരോ പ്രസ് ചെയ്ത XFD എന്ന അവസാന കോളം നമുക്ക് കാണാം. ഇനി നമുക്കൊരു കോളം ഇൻസേർട്ട് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കോളങ്ങൾക്ക് ഒരു അടയാളം ഇടാം. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു കോളം ഇടാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു അടയാളം ഇട്ടത്. ഇനി നമുക്കിത് ഡിലീറ്റ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ഡിലീറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഡിലീറ്റ് ആയി. നമുക്ക് റോ എന്താണ്, ഇവിടെ 1 2 3 4 ഇങ്ങനെ അടിയിലോട്ട് വരുന്നതാണ് റോ. നമുക്ക് നേരത്തെ കണ്ട XFD ഇന്നുവരെ നമുക്ക് ഇതേ രീതിയിൽ റോ കാണാം. ഇവിടെ അവസാന റോ കാണാൻ കൺട്രോള് താഴേക്കില്ല അമർത്തുക. 10 ഇവിടെ നമുക്ക് 10,48,576 എന്നൊരു റോ കിട്ടും. ഇനി നമുക്ക് തിരിച്ചു പോകാൻ കൺട്രോള് മേലേക്കില്ല അമർത്താം. ഇവിടെ കൺട്രോള് സ്പേസ് അമർത്തുക. ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആവും. 50 സ്പേസ് അടിച്ചാൽ ഒരു കോളം കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആവും. നമ്മൾ ഒരു റോ എഴുതി കഴിഞ്ഞാൽ അടുത്ത റോയ്ക്ക് പോകാൻ എൻ്റർ കീ അമർത്തിയാൽ മതി. എന്നാൽ മുകളിലോട്ട് തിരിച്ചു പോകാൻ ഷിഫ്റ്റ് എൻ്റർ അമർത്തും. അപ്പോൾ നേരെ തിരിച്ചു പോകുന്നു. നന്ദി, നമസ്കാരം.